ഹായ് ഓൾ, വെൽക്കം ടു കമ്പീസ് കൺസൾട്ടൻസീസ് അനദർ വീഡിയോ. ഇപ്പോൾ മൊത്തത്തിൽ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. മൊത്തം പുറത്തുള്ള ഇഷ്യൂസും പിന്നെ ഇമിഗ്രേഷൻ പോളിസീസിലുള്ള ചേഞ്ചും മൊത്തം നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ടെൻഷൻ ആക്കുന്ന കുറേ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കറന്റ് അവിടെ ഉള്ളവരാണെങ്കിലും ഇനി പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും നിലവിലെ സിറ്റുവേഷൻസ് ഇപ്പോൾ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള കാര്യങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ പറയാം. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് പ്രാക്ടിക്കലി ഫീസബിൾ ആയിട്ടുള്ള കൺട്രീസ് നമ്മൾ എപ്പോഴും ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷൻസ് ചൂസ് ചെയ്യുമ്പോൾ ആ കൺട്രിയിൽ വരാൻ സാധ്യതയുള്ള റൂൾ ചേഞ്ചസ് അല്ലെങ്കിൽ നിലവിലുള്ള കറണ്ട് സിറ്റുവേഷൻ, നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സ്, അതിൻ്റെ സ്കോപ്പ് ഓഫ് ജോബ്, അല്ലെങ്കിൽ ആ ജോബിനെ അവിടെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാനുള്ള പ്രൊവിഷൻ ഉണ്ടോ, ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്റ്റഡി ഓവർസീസിൻ്റെ ആ ഒരു വലിയ 15-16 ലക്ഷമൊക്കെ ചെലവാക്കി പോകുന്ന ആ ഒരു ട്രെൻഡിൽ നിന്ന് മാറ്റി ചിന്തിക്കേണ്ട സമയമാണിത്. ഇന്ന് നമുക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കാണാം. ഞാൻ വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ചിന്തിക്കുന്ന ഒരാളാണ്. ഒബ്വിയസ്ലി ഇതിനൊരു പോസിറ്റീവ് വശമുണ്ട്. നമുക്കൊന്ന് റീതിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ബിക്കോസ് നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് 16 ലക്ഷം 17 ലക്ഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഇനിയൊരു കൺട്രിക്ക് പോകുന്നതിനേക്കാളും എപ്പോഴും നമ്മുടെ ഫീസബിലിറ്റി, ഇപ്പോൾ ഇതിൽ പർപ്പസ് ഓഫ് ട്രാവൽ ആദ്യം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. നമ്മൾ യഥാർത്ഥത്തിൽ എന്തിനാ പോകുന്നത്? നമ്മൾ പോകുന്നത് പഠിക്കാനാണോ, അതൊരു കരിയർ ഡെവലപ്പ് ചെയ്യാനാണോ? ഇതിലെ ചില കാൻഡിഡേറ്റ്സ്, എല്ലാവരും അല്ല, ചില കാൻഡിഡേറ്റ്സ് പ്യുവർലി ഒരു പർട്ടിക്കുലർ കോഴ്സ്, പർട്ടിക്കുലർ സ്ട്രീം, അതിലൊരു കരിയർ ഡെവലപ്മെന്റ് പ്യുവർ ഇന്റൻഷൻസ് ഉള്ളവരുണ്ടാവും. അത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഫൈലും കൂടെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും സ്കോളർഷിപ്പ് ബേസ്ഡ് എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് തന്നെ ചെറിയ ഫീസ് വരുന്ന പല കൺട്രീസ് ആൻഡ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അതിന്റെ ഫീസിബിലിറ്റി, ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കി തിരഞ്ഞെടുക്കാം. പിന്നെ അതേപോലെ ഒരു നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു SSLC +2 ഒക്കെ കഴിഞ്ഞു, ഡിഗ്രിയുടെ ഇടയിൽ ഗ്യാപ്പ് വന്നു, അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരിക്കലും നിങ്ങൾ ഇനി അങ്ങനെ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ്, കുറച്ച് ഇയർ ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരിക്കലും റെഫ്യൂസിൽ വരാൻ സാധ്യതയുള്ള ഒരു കൺട്രിയിലേക്ക് വെക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള ഇഷ്യൂസ് കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിനെ എല്ലാറ്റിനെയും യൂറോപ്യൻ യൂണിയൻ വലിയ കാര്യമായിട്ട് എഫക്ട് ചെയ്തിട്ടില്ല. ബട്ട് എങ്കിലും അത് ഒരു തലക്കിന്ന് റെഗുലേഷൻസ് ബൈ 2026 നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ ജർമ്മനിയിൽ വന്ന പുതിയ റൂൾ ചേഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ജർമ്മൻ ലാംഗ്വേജിന്റെ വാലിഡിറ്റി, ഇപ്പോൾ ഹോസ് ബിൽഡിങ്ങിന് വേണ്ടി കാത്തിരുന്ന ഒരുപാട് പേരുടെ സർട്ടിഫിക്കറ്റ്സ് എക്സ്പയർ ആയി പോയി. അപ്പൊ നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ലാത്ത കുറെ ചേഞ്ചസ് നമ്മൾ ഇനി എക്സ്പെക്ട് ചെയ്യണം. സോ ഡോണ്ട് ഗോ ഫോർ എ ബിഗ് ഇൻവെസ്റ്റ്മെന്റ് അൺലെസ് യു ഹാവ് എ പ്യുവർ ഇന്റൻഷൻ ഓഫ് സ്റ്റഡി. ഒരു പ്യുവർ ഇന്റൻഷൻ ഓഫ് സ്റ്റഡി ഫ്രം എ ഹൈ ക്വാളിറ്റി ഡെലിവറിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ദെൻ ജസ്റ്റ് കൺസിഡർ. അപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച്, ഒരു ബിഗ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഫൈൽ ആണെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പ് എഡ്യൂക്കേഷൻസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ലോ ഫീ വരുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉള്ള കൺട്രികൾ അവൈലബിൾ ആണ്. അതിലേക്ക് നിങ്ങൾക്ക് പോസിബിൾ ആവാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം. ഇവിടുന്ന് അങ്ങോട്ട് എടുക്കുന്ന ഓരോ ഡിസിഷനും വളരെ എന്താ പറയുന്നത്, ഓരോ സ്റ്റെപ്പും ആലോചിച്ച് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ ഒരു 2026 ജാനുവരിയോടുകൂടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ ചേഞ്ചസ് വരും. അപ്പം നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള പരിപാടികളെ കുറിച്ച് ചിന്തിക്കാതെ റീസണബിൾ ആൻഡ് ഫീസബിൾ ആൻഡ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഓപ്ഷൻസ്, അതായത് നിങ്ങൾക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നല്ലൊരു കരിയർ ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റണം. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹോൾഡ് ഫോർ എ വൈൽ, തിരക്കടിച്ച പ്രോസസ്സിങ്ങിന് നിൽക്കരുത്. ഇനി ഇപ്പോ ജസ്റ്റ് വോക്ക് വിസ ഒത്തിരി പേർക്ക് റെഫ്യൂസിൽ വന്ന് കുറേ പേര് പൈസ പോയി നിൽക്കുന്നുണ്ട്. ഇനി ഒരു വർക്ക് വിസയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നെവർ ട്രൈ വിത്ത് വർക്ക് വിസ റൈറ്റ് നൗ വിത്ത് എനി കൺട്രി. ഒരു യൂറോപ്യൻ കൺട്രിയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിക്കോ നിങ്ങൾക്ക് ഒരു ഫാൾസ് കമ്മിറ്റ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ, ഐ മീൻ ദാറ്റ്, കാരണം ഒരു കമ്മിറ്റ്മെന്റ് എന്തായാലും ചെയ്യാൻ പറ്റില്ല, ഫാൾസ് കമ്മിറ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ല രീതിയിൽ വിസ റെഫ്യൂസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിലവിലുള്ള കൺട്രികളിലുള്ള വിസ ഓപ്പർച്യൂണിറ്റീസ് വരെ റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു വർക്ക് വിസയ്ക്ക് വേണ്ടി വെറുതെ പോയി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യരുത്. അതിന് കുറേ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ട്. എപ്പോഴും അങ്ങനെ വർക്ക് വിസയ്ക്ക് പകരം നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു ക്വാളിഫിക്കേഷൻ, നമ്മളൊരു MNC കമ്പനിയിൽ നല്ലൊരു പേറോളിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, വർക്ക് വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കോപ്പ് ഉണ്ട്. അല്ല, നമ്മളൊരു സാധാരണ എക്സ്പീരിയൻസും, അതും പല കമ്പനികളിൽ നിന്നായിട്ട് പല എക്സ്പീരിയൻസ്, റിലവന്റ് ക്വാളിഫിക്കേഷനും ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരാൾ വിസയ്ക്ക് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എംബസിയുടെ റെഫ്യൂസിൽ അടിച്ചു തരും. ഒരു റെഫ്യൂസിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത റെഫ്യൂസിനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആണെങ്കിലും നിങ്ങൾ വാട്ട് എവർ ഇറ്റ്സ്, പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഈവൻ വിസിറ്റിംഗ് വിസയ്ക്ക് പോലും അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്.
അപ്പൊ ചാടിക്കേറി ഒരു ഇൻസ്റ്റാഗ്രാം റീല് കണ്ടിട്ടോ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടിട്ടോ ഒരിക്കലും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കരുത്. ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ആക്ച്വലി എ ടൈം യു നീഡ് ടു തിങ്ക് അ ലോട്ട് ഓൺ ടേക്ക് ഡിസിഷൻ വെരി വൈസ്ലി. എപ്പോഴും ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ ഒപ്പീനിയൻ എടുക്കുക, നല്ല രീതിയിൽ ഗ്രൗണ്ട് റിസർച്ച് ചെയ്യുക, നല്ല രീതിയിൽ റിവ്യൂസ് എടുക്കുക, പറ്റുമെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന കൺട്രിയിൽ കുറച്ച് പേരനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ബിക്കോസ് റൈറ്റ് നൗ യു ആർ ടേക്കിംഗ് എ ഡിസിഷൻ വിച്ച് വിൽ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ ആഫ്റ്റർ 1 or 2 years. ഇനി നമുക്ക് ഡ്യൂറേഷൻ കൂടുതലുള്ള പ്രോഗ്രാം എടുക്കണം, ഡ്യൂറേഷൻ കുറഞ്ഞ പ്രോഗ്രാം എടുക്കണം. ദിസ് ഇസ് ദ പോയിന്റ്. നമ്മളൊരു 3-year ഡ്യൂറേഷൻ പ്രോഗ്രാം ഇപ്പോൾ വാട്ട് എവർ ഇറ്റ് ഇസ്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു ഓസ് ബിൽഡിംഗ് 3-year പ്രോഗ്രാം, 3-year ഓസ് ബിൽഡിംഗ് എടുക്കുന്നതും 1 year പ്രോഗ്രാം എടുക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവുന്ന, +2 കാൻഡിഡേറ്റ്സ് സ്റ്റുഡൻസിന് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു പ്രോഗ്രാം എക്സാമ്പിൾ എടുത്തു തന്നു. നമ്മളൊരു 3 കൊല്ലത്തെ സ്റ്റുഡന്റ് വിസയ്ക്ക് പോകുമ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ലോങ് ഡ്യൂറേഷൻ സ്റ്റുഡന്റ് പ്രോഗ്രാം എനി പ്രോഗ്രാം എടുക്കുമ്പോൾ റിസ്ക് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ചിറങ്ങി വരുന്ന സമയത്ത് എന്തെങ്കിലും റൂൾ ചേഞ്ചസ് വരുമില്ല എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സ്റ്റഡി ഓവർസീസ് പോകാനാണെങ്കിൽ പോലും മാക്സിമം ഷോർട്ട് ഡ്യൂറേഷൻ ലെസ് എക്സ്പെൻസീവ് ഫീസബിൾ ആയിട്ടുള്ള കൺട്രികൾ ചൂസ് ചെയ്യാം. ഒരിക്കലും ഒരു ലോങ് ഡ്യൂറേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഡ്യൂറേഷൻ പ്രോഗ്രാം നമ്മൾ എടുക്കുമ്പോൾ ആ ഡ്യൂറേഷൻ 3 years നിങ്ങൾ സ്റ്റുഡന്റ് ആയി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും യൂറോപ്യൻ കൺട്രികളിലോ UK, കാനഡ, ഓസ്ട്രേലിയ എവിടെ പോയാലും ഇനി 20 hours കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും വർക്ക് ചെയ്യരുത്. കാരണം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഇൻവെസ്റ്റ് ചെയ്ത മുഴുവൻ പൈസയും പോകും, നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യും. അപ്പൊ ഒരു കാരണവശാലും ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസിലും എൻഗേജഡ് ആവാതിരിക്കണം. നിലവിൽ അവിടെ ഉള്ളവരുടെ കാര്യമാണ്, പോകാനുള്ളവർക്കുള്ള ഒരു അഡ്വൈസ് ആണ്. അപ്പൊ 20 hours കൂടുതൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ലിവിങ് എക്സ്പെൻസ് വരും. ഇപ്പോൾ ഒബ്വിയസ്ലി പ്ലെന്റി ഓഫ് ജോബ് സെർച്ചിങ് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ സാലറിയിൽ ചെറിയ കോമ്പറ്റീഷൻസ് വരാം, ജോബ് കിട്ടാൻ ബുദ്ധിമുട്ട് വരാം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തൊരു കൺട്രിക്ക് പോണേക്കാളും മുന്നേ ഒരുപാട് എലമെന്റ്സ് എപ്പോഴും നല്ല ജെന്യൂൻ ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. നിങ്ങളൊരു പ്ലാനിൽ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നോ വറീസ്, നമ്മൾ ഫ്രീ ഗൈഡൻസ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാൻഡിഡേറ്റ്സിനും കൊടുക്കുന്നത്. അപ്പോൾ പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ പ്രൊഫൈലും നിങ്ങൾ ചൂസ് ചെയ്യുന്ന കൺട്രി കോഴ്സ് അതൊരു ലോങ് ഡ്യൂറേഷൻ അല്ല എന്ന് ഉറപ്പുവരുത്തുക. ലോങ് ഡ്യൂറേഷന് പോകുമ്പോൾ വരുന്ന വിസ ചേഞ്ച് എന്നാണ് വരുന്നത്? 3 കൊല്ലം കഴിഞ്ഞിട്ടാണ്. വി കാൺ പ്രെഡിക്ട് വാട്ട് വിൽ ബി ദ കോസ് ഓഫ് ദാറ്റ് പീരീഡ്. അത് ഒരു പക്ഷെ നമ്മൾ പഠിച്ചിറങ്ങുന്ന കോഴ്സിന്റെ ജോലി സാധ്യതകൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതായിരിക്കാം. ഇനി ടെക്നോളജി ബേസ്ഡ് പ്രോഗ്രാംസിൽ നോക്കുന്ന കുറെ കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഈ ടെക്നിക്കൽ ഫീൽഡിൽ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോണേക്കാളും മുന്നേ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളതിനേക്കാളും ഉപരി നോളജ് എന്ന ആ ഒരു ഇന്റൻഷനിൽ നോളജ് ഗെയിൻ ചെയ്തതിന് ശേഷം മാത്രം പോവാം. ടെക്നോളജി മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ ജോബ്സും. ബിക്കോസ് ആസ് വി ഓൾ നോ, ഇന്ന് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് AI. ഈ AI ഇംപ്ലിമെന്റേഷനിൽ കുറെ ജോലി സാധ്യതകൾ വളരെയധികം കുറയാൻ സാധ്യതയുണ്ട് വരുന്ന കാലഘട്ടങ്ങളിൽ. നിങ്ങൾ പഠിച്ചിറങ്ങുന്ന കോഴ്സ് ഒരു AI കോമ്പറ്റീഷൻ വരാനുള്ള കോഴ്സ് ആണോ അല്ലെന്ന് നിങ്ങൾ ഇപ്പോഴേ അറിയണം. വ്യക്തമായി ഗ്രൗണ്ട് റിസർച്ച് ചെയ്യാതെ ഒരു റീപ്ലേസ്മെന്റ് വരാൻ സാധ്യതയുള്ള ജോബുകൾ ലൈക്ക് ഇപ്പോൾ അക്കൗണ്ടിങ് സെക്ഷൻ, പിന്നെ നിങ്ങളിപ്പോൾ ഒരു സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ലൈക്ക് ഡാറ്റ അനാലിസിസ്റ്റ്, അതേപോലെ സൈബർ സെക്യൂരിറ്റി പോലുള്ള പ്രോഗ്രാം ആണെങ്കിൽ അതിലുള്ളതിൽ ഏറ്റവും നല്ല നോളജ് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുക. ദെൻ പോകുന്നതിനേക്കാളും മുന്നേ ആദ്യമേ ഒരു കാര്യം പറയാം, നമ്മൾ ഇവിടെ പഠിച്ചത് 70% തിയറി, 30% പ്രാക്ടിക്കൽ ആണ്. വി മൈറ്റ് ബി എ ലിറ്റിൽ ബിറ്റ് ബാക്ക്വേർഡ് വിത്ത് ദ കറന്റ് ടെക്നോളജീസ്. സോ ഗെറ്റ് അപ്ഡേറ്റഡ് വിത്ത് ദ ടെക്നോളജീസ്. അതായത് ഒരു പ്രോഗ്രാം, ഇത് ഞാൻ ടെക്നോളജി ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇഫ് യു ആർ പർസ്യൂയിങ് ഫോർ എ പ്രോഗ്രാം വിത്ത് എ പ്യൂർ ഇന്റൻഷൻ ഓഫ് സ്റ്റഡി, always be updated with the latest technology and latest update in your industry. നിങ്ങളുടെ ആ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വാട്ട് എവർ ഇറ്റ് ഈസ്, ഗ്രാജുവേഷൻ ഓർ മാസ്റ്റേഴ്സ് ഗ്രാജുവേഷൻ വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനേക്കാളും ഉപരി നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിലാണ് നമ്മൾ അവിടെ ചെന്ന് ഒരു 70% പ്രാക്ടിക്കലും 30% തിയറിയും മാത്രമുള്ള ഒരു സിലബസിലേക്ക് നിങ്ങളുടെ നോളജ് സ്കിൽ കോമ്പറ്റബിൾ ആവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിയറി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽ ഓറിയന്റഡ് സ്കിൽസ് കുറവാണെങ്കിൽ ഈ 30% തിയറി മാത്രം വെച്ച് നമുക്ക് ഇത് ക്ലിയർ അപ്പ് ചെയ്ത് പോരാനും പറ്റത്തില്ല. സോ ഇഫ് യു ഹാവ് പ്യൂർ ഇന്റൻഷൻസ് ഓഫ് സ്റ്റഡി, start working from today itself to make your knowledge capable of competing with an international person over there in the country which you are preferring to move. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ വളരെ ചെറിയ രീതിയിൽ കൺക്ലൂഡ് ചെയ്യാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ എടുക്കുന്ന ഒരു സ്റ്റഡി ഓവർസീസ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ ദ കരിയർ ബ്രേക്കറാണ്. ഇത് ഒരു നല്ല ഡിസിഷൻ ആവണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് റിസർച്ച് ചെയ്ത് പ്രോപ്പർ ഗൈഡൻസ് എടുത്ത് മാത്രം ചെയ്യാം.
ഒരു ഇൻറ്റ്യൂഷന്റെ പുറത്തോ ഒരു ഇൻഫോർമേഷന്റെ പുറത്തോ മാത്രം എടുക്കരുത്. ബിക്കോസ് ദിസ് ഡിഫൈൻസ് യുവർ ഫ്യൂച്ചർ. ഐ ടെൽ യു വെരി ക്ലിയർലി, if you are going to somewhere outside to India and going for an educational international program, working over there in a different industry, entirely different industry. കാരണം ഇപ്പൊ പല കാൻഡിഡേറ്റ്സും UK, കാനഡ പോലുള്ള രാജ്യങ്ങളിൽ പഠിച്ചിറങ്ങിയ കോഴ്സും ചെയ്യുന്ന ജോലിയും തമ്മിൽ ഒരു ബന്ധമില്ല. ദാറ്റ് മീൻസ് തിരിച്ച് ഇന്ത്യ വന്നു കഴിഞ്ഞാലും ഇവിടത്തെ അപ്ഡേറ്റ് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. അപ്പൊ നിങ്ങളുടെ കരിയർ, അതായത് ഇവിടുന്ന് അങ്ങോട്ടുള്ള കരിയർ അല്ല, നിങ്ങളുടെ ഫ്യൂച്ചർ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡിസിഷനാണ് നിങ്ങൾ ഇപ്പൊ എടുക്കുന്നത്. ആ ഒരു സീരിയസ്നെസ് എപ്പോഴും, പ്രത്യേകിച്ച് നിങ്ങൾക്ക് സെൽഫായിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഗ്രൗണ്ട് റിസർച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ജസ്റ്റ് ഡോണ്ട് ഹെസിറ്റേറ്റ്, കോൾ മീ അറ്റ് എനി ടൈം. ഐ വിൽ ബി അവൈലബിൾ ആൻഡ് ഐ വിൽ ഹെൽപ്പ് യു വിത്ത് ദ നെസസറി ഇൻഫർമേഷൻസ് വേർ യു ടു നീഡ് ടു ഡിഗ്. നിങ്ങൾ ഡിഗ് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ ഒരു അഷ്യൂറൻസ് എടുക്കാതെ ഒരു ഡിസിഷനും എടുക്കരുത്. കാരണം അവിടെ ചെന്ന് ഒരു 4 കൊല്ലം വേറൊരു ഫീൽഡിൽ വർക്ക് ചെയ്ത് എങ്ങാനും തിരിച്ചു വരേണ്ടി വന്നു കഴിഞ്ഞാൽ കയ്യിലൊരു ക്വാളിഫിക്കേഷൻ MBA ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അത്രയും കാലം അവിടെ വർക്ക് ചെയ്ത് കെയർ ഹോമിലാണെങ്കിൽ തിരിച്ചു വന്ന MBA കുറിച്ചും അറിയില്ല, ഇവിടെ വന്നൊരു കെയർ ഹോമിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനും പറ്റില്ല. ദാറ്റ് മീൻസ് യുവർ എൻറ്റയർ ഫ്യൂച്ചർ ഈസ് സ്പോയിൽഡ്. യുവർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഓൾമോസ്റ്റ് 16 lakhs ഈസ് ജസ്റ്റ് ഗോൺ അവേ സംഭവം. ഇപ്പോൾ ഒത്തിരി ഭയങ്കര വലിയ സേവിങ്സ് ഒന്നും ഇന്റർനാഷണൽ കൺട്രീസിൽ നിൽക്കുന്നവർക്ക് കിട്ടില്ല എന്നുള്ളത് ഒരു പരിധി കൂടുതൽ. നമുക്ക് സാലറി മാത്രമേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നുള്ളൂ. ഇതിന്റെ സേവിങ്സ് പാർട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നമ്മൾ ഇടുന്ന എഫേർട്ടിന്റെ ഒരു പാർട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കയ്യിൽ കാശ് സേവ് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. പക്ഷെ നമ്മൾ എടുക്കുന്ന എഫേർട്ടും നമ്മൾ ചെയ്യുന്ന ജോലിയും നമ്മുടെ എക്സ്പെൻസും കൂടെ കഴിഞ്ഞു വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതേ എഫേർട്ട് നമ്മുടെ നാട്ടിലിടാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അതിനേക്കാളും കൂടുതൽ സേവ് ചെയ്യാം. സോ ഡോണ്ട് ടേക്ക് എനി റിസ്ക്, ചൂസ് എ വൈസ് ഡിസിഷൻ. Thank you. See you again in the second.